2024 പുറത്തിറങ്ങിയ ചലച്ചിത്രം ക്യാപ്റ്റൻ മില്ലറുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് 1930കളിലെ ഇന്ത്യയിലാണ്. ബ്രിട്ടീഷ് രാജ് കൊടികുത്തി വാഴുന്ന സമയം. അന്നൊരു മുത്തശ്ശി തന്റെ നാട്ടിലെ കുട്ടികൾക്ക് അവരുടെ കുലദൈവത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഓരോ കഥകളും പറഞ്ഞു പറഞ്ഞാണ് മറ്റ് ചെവികളിലെത്തുക. അപ്പോഴേക്കും കഥകൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കും. ഒരുപാട് നല്ലതൊക്കെ ചെയ്തു മരിച്ചുപോയ മഹാന്മാര് പിന്നീട് ദൈവങ്ങളായി മാറുന്നതും അങ്ങനൊക്കെയാ. അങ്ങനൊരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ പൂർവികനായ രാവണന്റെ പുനർജന്മമായ കോരനാർ സ്വാമിയുടെ കഥ 600 വർഷം മുമ്പുള്ള കഥയാണ്. അന്നത്തെ രാജാവ് നമ്മുടെ കാരണവന്മാരോട് ഈ മലമുകളിൽ അമ്പലം പണിയണം എന്ന് ആഗ്രഹിച്ചു വന്നു. നമ്മുടെ പൂർവികർ അതിനെ സമ്മതിച്ചു. ശിവന്റെ അമ്പലമായിരുന്നു പണിയാൻ ഉദ്ദേശിച്ചത്. അമ്പലമുണ്ടാക്കാൻ വേണ്ടി മണ്ണ് കുഴിച്ചപ്പോഴോ അത്യപൂർവമായൊരു നിധി കിട്ടി. ഒരു മാണിക്യക്കല്ല്. മാണിക്യക്കല്ലിനെ പറ്റിയുള്ള വാർത്ത നാട്ടുരാജ്യങ്ങൾ ഒട്ടും പരന്നു. മറ്റു രാജാക്കന്മാർക്കും അത് സ്വന്തമാക്കണമെന്ന് തോന്നി. അമ്പലം പണിതീരാൻ 20 കൊല്ലത്തോളം എടുത്തു. അതിനിടയിൽ ആ കല്ല് കട്ടുകൊണ്ടുപോവാനും മോഷ്ടിക്കാനും മറ്റുമായി നാട്ടുരാജാക്കന്മാർ ശ്രമിക്കുകയും 2 യുദ്ധങ്ങൾ പോലും നടക്കുകയും ചെയ്തു. അന്ന് യുദ്ധത്തിൽ പരിക്കേറ്റ രാജാവിനെയും പരിവാരങ്ങളെയും ക്ഷേത്രത്തെയും കല്ലിനെയും നമ്മുടെ കാരണവരായ കോരനാര നിന്ന് രക്ഷിച്ചത്. തന്റെ ജീവൻ പോലും ഒടുവിൽ അതിനുവേണ്ടി അദ്ദേഹം ത്യാഗം ചെയ്തു. കോരനാർ സ്വാമിയുടെ ധീരതയും രാജ്യത്തിനും ക്ഷേത്രത്തിനും വേണ്ടിയുള്ള ത്യാഗവും കണ്ട് അന്നത്തെ രാജാവ് ഈ ക്ഷേത്രവും ചുറ്റുപാടുമുള്ള ഈ ഒട്ടും സ്ഥലവും നമ്മുടെ ഗ്രാമത്തിന് എഴുതി തരുമായിരുന്നു. പക്ഷേ നമ്മുടെ കാരണവന്മാരെന്തു ചെയ്തു? ആ കെട്ടിയ വലിയ മാണിക്യക്കല്ലില്ലേ, അതിൽ കോരനാറിന്റെ രൂപം കുത്തി അത് രാജാവിന് തന്നെ സമ്മാനമായി കൊടുത്തു. ആ മാണിക്യക്കല്ല് ഇപ്പോഴും ഈ രാജ്യത്ത് എവിടെയോ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാ പറയുന്നേ. ഒരുപാട് പേര് മോഷ്ടിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. കോരനാർ സ്വാമിയായി. കഥയുടെ ആമുഖം അവിടെ അവസാനിക്കുന്നു. അടുത്ത ഘട്ടം ക്യാപ്റ്റൻ മില്ലർ. അമ്പലം നിലകൊണ്ട് ആ ഗ്രാമത്തിലായിരുന്നു ഈശ എന്ന് വിളിക്കപ്പെടുന്ന അനലീസൻ എന്ന യുവാവ് ജീവിച്ചിരുന്നത്. ഈശയുടെ അമ്മ കുറെ നാളുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു. പണ്ടേ അവന്റെ അച്ഛൻ മരണപ്പെട്ടതായിരുന്നു. ആകെയുള്ള ഒരു ചേട്ടൻ സെങ്കോലനാകട്ടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്കിപ്പുറം രാജാവും പരിവാരങ്ങളും അമ്പലം സ്വന്തമാക്കിയിരുന്നു. അമ്പലം ആർക്കു വേണ്ടി പണ്ടത്തെ രാജാവ് പണി കഴിപ്പിച്ചോ അവർക്ക് പോലും അമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ലാതായി. അവർ താഴ്ജാതികളായി കീഴ്ജാതികളായി മുദ്രകുത്തപ്പെട്ടു. രാജാവും രാജാവിന്റെ മകൻ സേനാധിപതിയുമായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അമ്പലത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഗ്രാമത്തിലുള്ള കീഴ്ജാതിക്കാരെ അവർക്ക് പുച്ഛമായിരുന്നു. അവിടെ മൊഴിപ്പിച്ച് ആ സ്ഥലം വീണ്ടെടുക്കണം എന്ന് ബ്രിട്ടീഷിന്റെ അടിമയായി ബ്രിട്ടീഷിന് കപ്പം കൊടുത്ത് രാജ്യം ഭരിച്ചിരുന്ന ആ രാജാവിനും മകൻ സേനാധിപതിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് മദ്രാസിൽ പഠിക്കുകയായിരുന്ന രാജകുമാരി ക്ഷേത്രം ദർശിക്കാൻ എത്തുന്നു എന്ന വാർത്ത ഗ്രാമത്തിലെത്തിയത്. കൂട്ടുകാരനത് ഈശയോട് പറഞ്ഞു. രാജകുമാരിയെ ഒരു വട്ടമെങ്കിലും കാണണം, അമ്പലത്തിനകത്ത് കയറണം. രാജകുമാരിയെ കാണണമെങ്കിൽ ഒടുവിൽ ഈസയും കൂട്ടുകാരനും കൂടി പണിക്കാരുടെ രൂപത്തിൽ അമ്പലത്തിനകത്ത് കയറാൻ തീരുമാനിച്ചു. അവർ പൂക്കൂട് ചുമന്ന് അമ്പലത്തിനകത്ത് കയറുകയും രാജകുമാരിയെ കാണുകയും ചെയ്തു. രാജകുമാരിയുടെ ഭംഗി കണ്ട് ഇരുവരും നോക്കി നിന്നു പോയിരുന്നു. പക്ഷേ രാജാവിന്റെ മകൻ സേനാധിപതി അവരിരുവരെയും കണ്ടു. കീഴ്ജാതിക്കാരാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായതും ആ കള്ളന്മാരെ പിടികൂടൂ എന്ന് കണക്കപ്പിള്ളയ്ക്ക് സേനാധിപതി ഉത്തരവ് കൊടുത്തു. രാജഭടന്മാർ പിടികൂടിയാൽ മരണം ഉറപ്പാണ്, തൂക്കിക്കൊല്ലൽ തന്നെ നടക്കും. ഈസയുടെ കൂട്ടുകാരൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഈസ അവനെയും കൂട്ടി ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് മറഞ്ഞിരുന്നു. ആ സമയത്താണ് ഒരു പെൺകുട്ടി കടന്നു വന്നത്. ഈസയുടെ കൈ പിടിച്ച് സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുപോയി അവരെ ക്ഷേത്രത്തിന് വെളിയിലാക്കിയത്. ഉയർന്ന ജാതിയിലുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുമായിരുന്നു. ഈസയ്ക്ക് എന്തോ ആ പെൺകുട്ടിയോട് വല്ലാത്തൊരിഷ്ടം തോന്നി. തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ ഗ്രാമത്തിലെ മറ്റൊരു പെൺകുട്ടിയിൽ നിന്നും അവരാ വിവരം അറിഞ്ഞു. അവരെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ച പെൺകുട്ടി രാജാവിന്റെ ജ്യേഷ്ഠന്റെ മകൾ വളർമതിയാണ്. വളർമതിയും രാജകുമാരിക്കൊപ്പം മദ്രാസിൽ പഠിക്കുന്നു. രാജാവും മകനും ചേർന്നിട്ടാണ് അധികാരത്തിനും മറ്റുമായി രാജാവിന്റെ ജ്യേഷ്ഠനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത് എന്നൊരു കിംവദന്തി നാട്ടിലുണ്ട്. മാത്രമല്ല രാജാവിനൊരു വെപ്പാട്ടിയുണ്ടെന്നും അതിലൊരു മകളുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട്. പെൺകുട്ടി തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിശദമാക്കി. തങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടും തങ്ങളുടെ കൈപിടിച്ച് രക്ഷപ്പെടുത്തിയ വളർമതി ആ പെൺകുട്ടിയുടെ മനസ്സ് അത് ഈശന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. രാജകുമാരിയേക്കാൾ മനസ്സിന്റെ ഭംഗി കൂടുതൽ അവൾക്കാണ് എന്നീസ അഭിപ്രായപ്പെട്ടു. വൈകാതെയായിരുന്നു അത് സംഭവിച്ചത്. മൊത്തത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വേൽമതിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. വേൽമതി ഒളിച്ചോടാൻ തീരുമാനിച്ചു. അന്ന് വേൽമതിയെ കാണാൻ ചായം പൂശി രൂപം കെട്ടി കളിക്കാരന്റെ രൂപത്തിൽ ഈസയും ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു. വേൽമതി ഒളിച്ചോടാൻ പോകുന്നു എന്ന വിവരം രാജാവിന്റെയും സേനാധിപതിയുടെയും ചെവിയിലെത്തി. ഇതാണ് അവസരം, അവളുടെ അച്ഛനെ കൊന്ന പോലെ അവളെയും കൊന്നുതള്ളാൻ നമുക്കൊരു കാരണം കിട്ടിയിരിക്കുകയാ എന്ന് പറഞ്ഞ രാജാവ്
രാജാധിപതി അവളെ കൊല്ലാൻ ഉത്തരവിട്ടു. രാജഭടന്മാർ വളർമതിയെ വളഞ്ഞു. ഇതെല്ലാം ഈസ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. വളർമതിയുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടതും ഈസ അങ്ങോട്ടേക്ക് കടന്നുവന്ന് രാജഭടന്മാരെയും കണക്കപ്പിള്ളയെയും അടിച്ചിട്ട് വളർമതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അപ്പോഴാണ് വളർമതിക്ക് പ്രണയമുണ്ട്, പ്രണയിതാവിന്റെ ഒപ്പം ഓടിപ്പോകുവാനാണ് അവളന്ന് അവിടെ എത്തിയത് എന്നീസ അറിയുന്നത്. തന്റെ പ്രണയം നഷ്ടപ്പെടുമെങ്കിലും രക്ഷപ്പെട്ടു പോകുവാൻ വളർമതിക്ക് ഈശ അവസരമൊരുക്കി. രാജഭടന്മാരെയും മറ്റുമാണ് അടിച്ചിരിക്കുന്നത്. ഗ്രാമത്തിന് തന്നെ ഈശ ഒരു പ്രശ്നമാവുമായിരുന്നു. ആ സമയമാണ് സെങ്കണ്ണ എന്നെല്ലാവരും വിളിക്കുന്ന ഈസയുടെ സഹോദരൻ സെങ്കോലൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. താൻ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈസ ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നു. ബ്രിട്ടീഷിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന സെങ്കോലൻ ഈസയെ എതിർത്ത് സംസാരിച്ചു. പക്ഷേ ഈസ പറഞ്ഞു, സ്വാതന്ത്ര്യമെന്നാൽ എന്താണ്? നിങ്ങൾ പോരാടി ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കുന്ന സ്വാതന്ത്ര്യം ആർക്കാ കൊടുക്കാൻ പോകുന്നത്? ആ രാജാവിനും പരിവാരങ്ങൾക്കുമോ? നമ്മളൊക്കെ വീണ്ടും എന്തായിരിക്കും? അവരുടെ അടിമകൾ തന്നെ. പണ്ട് രാജാവ് ഭരിച്ചു, ഇപ്പോ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു. ഇത് തന്നെയല്ലേ ഉള്ളൂ. രാജാവിന് മുമ്പിൽ ലോച്ചാനിച്ച് നിൽക്കണം. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്നാൽ തലയുയർത്തി നിൽക്കുവാൻ അവർ പഠിപ്പിക്കും. ചെരുപ്പിട്ടാൽ അത് കുറ്റമായി കണ്ട് രാജാവിന്റെ മർദ്ദനമേൽക്കും. അവിടെ എനിക്ക് ധരിക്കാൻ ബൂട്ടുകൾ തരും. എനിക്കെന്നൊരു വിലയുണ്ടാകും. ഞാനെന്ന മനുഷ്യന് സെൽഫ് റെസ്പെക്ട് ലഭിക്കും. ഈസ പറഞ്ഞതിനെ എതിർത്ത് പറയുവാൻ സെങ്കണ്ണന് സാധിച്ചിരുന്നില്ല. ഈസ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരുവാൻ തന്നെ ഉറച്ചു നിന്നു. എല്ലാത്തിലും ഉപരിയായി അവൻ ആഗ്രഹിച്ചത് പട്ടാളത്തിൽ ചേർന്നാൽ താനെന്ന വ്യക്തിക്ക് കിട്ടുന്ന അന്തസ്സും അഭിമാനവും മാത്രമായിരുന്നു. കീഴ്ജാതി എന്ന് മുദ്രകുത്തപ്പെടുന്നതിനപ്പുറം നിവർന്നു നിൽക്കാൻ, സ്വാതന്ത്ര്യം നേടുവാൻ, അതാണ് സ്വാതന്ത്ര്യമെന്നും ഈസ വിശ്വസിച്ചു. അങ്ങനെ ഈസ പട്ടാളത്തിൽ ചേർന്നു. കഠിനമായ ട്രെയിനിങ് കാലഘട്ടവും ഉണ്ടായിരുന്നു. ഈസയ്ക്ക് അവിടെ നിന്ന് 2 കൂട്ടുകാരുണ്ടായി, റഫീഖും സെമ്പട്ടയും. സെമ്പട്ട ഒരു പാവത്താനായിരുന്നു. ഒടുവിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് പട്ടാള യൂണിഫോം, ശിപ്പായി യൂണിഫോം ലഭിച്ചു. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരുമ്പോൾ താഴ്ജാതിയിലുള്ളവരെയൊക്കെ ക്രിസ്ത്യൻ പേരുകൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേരുകളായിരുന്നു അവർക്ക് പകർന്നു നൽകുക. അങ്ങനായിരുന്നു മില്ലർ എന്ന പേര് ഈസയ്ക്ക് ലഭിക്കുന്നത്. മില്ലർ എന്ന് മാത്രമാണ് ബ്രിട്ടീഷുകാർ പേരിട്ടതെങ്കിലും സ്വയം അവൻ തന്നെ ക്യാപ്റ്റൻ മില്ലർ എന്ന് വിളിച്ചു. സെമ്പട്ടയ്ക്ക് ബ്രിട്ടീഷുകാർ ഇട്ട പേര് സ്റ്റീഫൻ എന്നായിരുന്നു. എവിടെയും പുഴുക്കുത്തുകൾ ഉണ്ടാകുമല്ലോ. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്നവർക്കിടയിലും അത്തരത്തിൽ ആളുകളുണ്ടായിരുന്നു. മാടുമേച്ചവനൊക്കെ സ്റ്റീഫൻ എന്നു പേരോ എന്ന് പറഞ്ഞ് കുത്തിക്കാണിക്കുന്ന ക്രൂരനായ ഒരുവനും ആ പട്ടാളത്തിനകത്തുണ്ടായിരുന്നു. വൈകാതെ അവരുടെ ആദ്യത്തെ മിഷൻ എത്തി. തങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുപോലും അവർക്കാർക്കും അറിയില്ലായിരുന്നു. സമാധാനപൂർവ്വം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 300ഓളം ആളുകളെ വെടിവെച്ച് കൊല്ലാനായിരുന്നു അവർ ആദ്യമായി കൊണ്ടുപോകപ്പെട്ടത്. റൈഫിൾ നീട്ടി നിൽക്കാൻ പറഞ്ഞപ്പോൾ വരെ ജനറൽ ഷൂട്ട് ചെയ്യാൻ പറയില്ല എന്നൊരു വിശ്വാസം, ഭയത്തോടെയുള്ള വിശ്വാസം മില്ലർക്കുണ്ടായിരുന്നു. പക്ഷേ ജനറൽ ഉത്തരവിട്ടു. മില്ലർ മടിച്ചു നിന്നെങ്കിലും ജനറൽ ആക്രോശിച്ചപ്പോൾ മില്ലറും വെടിയുതിർത്തു. കുട്ടികളും സ്ത്രീകളും നിസ്സഹായരായ മനുഷ്യരുമടക്കം 300ഓളം വരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ അവിടെ വെടിയേറ്റ് മരിച്ചു വീണു. മരിച്ചു വീണവരെ മുഴുവൻ ജനറൽ തന്നെ വലിയൊരു തീക്കൂമ്പാരം ഒരുക്കി കത്തിച്ചു കളഞ്ഞു. തന്റെ കൈകൊണ്ട് തന്റെ നാട്ടുകാർ മരണപ്പെട്ടതും അത്രയും വലിയ കൂട്ടക്കൊല താൻ നടത്തിയതുമോർത്ത് സെമ്പട്ടൈ തകർന്നുപോയി. മനസ്സ് തകർന്ന സെമ്പട്ടൈ ആത്മഹത്യ ചെയ്തു. മില്ലറിന്റെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. മനസ്സാകെ തകർന്നുപോയിരുന്നു. ബോഡികൾ വീണ്ടും തീക്കൂടയിലേക്ക് എടുത്തിടാൻ വേണ്ടി ജനറൽ ആക്രോശിച്ചു. മില്ലർ മടിച്ചില്ല. ജനറലിന് നേരെ പാഞ്ഞെടുത്ത് ജനറലിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി. ജനറലിനെ കൊലപ്പെടുത്താനായി ചവിട്ടി തീക്കൂമ്പാരത്തിലേക്കിട്ടു. ആകെ തകർന്നു പോയിരുന്ന മില്ലർ താഴെ വീണ ജനറലിന്റെ തോക്കെടുത്ത് ആത്മഹത്യ ചെയ്യാനായി നിന്നു. റഫീഖ് കൃത്യസമയം ഓടിയെത്തിയതിനാൽ അവൻ മില്ലറിനെ തടഞ്ഞു. അവിടെ നിന്നും അവനോട് രക്ഷപ്പെട്ടു പോകുവാൻ ആവശ്യപ്പെട്ടു. ഭീരുവിനെ പോലെ ആത്മഹത്യ ചെയ്യരുത് എന്നവനെ ഉപദേശിച്ചു. ഈസ എന്ന മില്ലർ തിരികെ ഗ്രാമത്തിലേക്ക് എത്തി. പക്ഷേ അവന്റെ കൂട്ടുകാരടക്കം ഗ്രാമത്തിലുള്ള ആരും അവനെ സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നില്ല. നിരപരാധികളെ കൊന്നടുക്കിയ ക്രൂരനായി അവർ ഈസയെ നോക്കിക്കണ്ടു. അന്നവൻ കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ കൂട്ടത്തിൽ അവന്റെ ചേട്ടൻ സെങ്കണ്ണയും ഉണ്ടായിരുന്നു എന്നുവരെ അവർ പറഞ്ഞു. അതുകൂടി കേട്ടതോടെ ഈസ ജീവച്ചവം പോലായിരുന്നു. അവനോട് എവിടെയെങ്കിലും പോയി തൊലയട എന്നായിരുന്നു ഗ്രാമത്തിലുള്ളവർ പറഞ്ഞത്. ഈസ അവിടെ നിന്ന് തിരികെ പോന്നു. കാട്ടിലും മറ്റുമായി ജീവിക്കാൻ ആരംഭിച്ചു. അവന്റെ മുടി വളർന്നു, താടി വളർന്നു. ഈസ എന്ന് തന്നെ മറന്ന് പ്രേതം കൂടിയ പോലെ അവൻ മറ്റൊന്നായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനിരിക്കെയാണ് ഒരു കൂട്ടം വിപ്ലവകാരികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലേക്ക് മില്ലർ കടന്നെത്തുന്നത്. വിപ്ലവകാരികളെ ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്താൻ മില്ലർ സഹായിച്ചു. മികച്ച ഷൂട്ടറും തോക്കിൽ വലിയ കഴിവ്
കഴിവുള്ളവനുമായ മില്ലറെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടുവാൻ ആ വിപ്ലവകാരികളുടെ തലവൻ തീരുമാനിച്ചിരുന്നു. മില്ലർ തങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാൽ തങ്ങൾക്കത് ആപത്താണ് എന്ന് കൂട്ടാളികളിൽ പലരും പറഞ്ഞെങ്കിലും മില്ലറിനെ കൂടെ നിർത്താം എന്നയാൾ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരെ കൊന്ന് അവരുടെ വസ്തുക്കളൊക്കെ മോഷ്ടിക്കുകയായിരുന്നു ആ വിപ്ലവകാരികൾ ചെയ്തിരുന്നത്. മില്ലറും അവരുടെ കൂട്ടത്തിൽ പങ്കാളിയായി. നിരവധി ബ്രിട്ടീഷുകാരെ കൊന്ന് അവരിൽ നിന്നവർ വസ്തുക്കൾ മോഷ്ടിച്ചു. ഗ്രാമത്തിലുള്ളവരെ ഉപദ്രവിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവർ വകവരുത്തി. അവർ മോഷ്ടിക്കുന്ന ആയുധങ്ങളും മറ്റും ധനുഷ്കോടി വഴി എത്തുന്ന ഒരു മലയാളിക്ക് വിറ്റിരുന്നു. അവരിൽ നിന്ന് പണം നേടും. ആവശ്യമെങ്കിൽ പണം കൊടുത്ത് ആയുധവും വാങ്ങും. വിപ്ലവകാരികൾക്ക് ചികിത്സാ സഹായം ചെയ്യുന്ന ഇടമുണ്ടായിരുന്നു. കൊള്ളയുടെ ഒരു പങ്ക് സ്വാതന്ത്ര്യ സമരത്തിനും മറ്റുമായി അവർക്ക് കൈമാറും. അങ്ങനെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഈസയുടെ കൂട്ടുകാരൻ അവനെ കാണാനെത്തി. അവൻ ചെയ്യുന്നത് ശരിയല്ലെന്നും ഇതൊക്കെ അവസാനിപ്പിക്കാനും അവനോട് പറഞ്ഞു. ഈസ മരണപ്പെട്ടെന്നും ഇപ്പോൾ ഈസയില്ല, ഉള്ളത് മില്ലറാണ്, ക്യാപ്റ്റൻ മില്ലർ എന്നുമായിരുന്നു അവന്റെ മറുപടി. അങ്ങനെയിരിക്കെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു ആക്രമണത്തിൽ മില്ലറിന് വെടിയേറ്റു. മില്ലറിനെ രക്ഷപ്പെടുത്താൻ കൂട്ടാളികൾ ഒന്നുചേർന്ന് അവർക്ക് വൈദ്യസഹായം ലഭിക്കുന്ന ഇടത്തെത്തി. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ആ കൂട്ടത്തിൽ പണ്ട് മില്ലർ രക്ഷപ്പെടുത്തിയ വളർമതിയും ഉണ്ടായിരുന്നു. വളർമതി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈസയെ പരിചരിച്ചു. ഈസ സുഖം പ്രാപിച്ചു വന്നു. ആ സമയത്താണ് വിൻസെന്റ് പിള്ള എന്ന ഒരു സായുധ പോരാളി, ഒരു നേതാവ് മില്ലറെ കാണാനെത്തുന്നത്. അവന്റെ ചേട്ടൻ സെങ്കോലൻ തന്റെ സുഹൃത്താണെന്നും തങ്ങളൊന്നിച്ച് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പക്ഷേ അന്ന് ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ കൊല്ലപ്പെട്ടപ്പോൾ സെങ്കോലൻ കൊല്ലപ്പെട്ടു എന്നും വിൻസെന്റ് പറഞ്ഞു. തങ്ങളുടെ കൂട്ടത്തിലേക്ക് മില്ലറെ ക്ഷണിക്കുകയും ചെയ്തു. മില്ലർ പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് വളർമതി അറിയുന്നത് ഈസ എന്ന മില്ലർ പട്ടാളത്തിലുണ്ടായിരുന്നെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂട്ടക്കൊല ചെയ്ത കൂട്ടത്തിൽ അവനും ഉണ്ടായിരുന്നുവെന്നും. അന്നത്തെ ആ സമരത്തിൽ വളർമതിയുടെ ഭർത്താവും പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് അയാൾ മരണപ്പെടുകയായിരുന്നു. അന്നു മുതൽ വളർമതി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തുടങ്ങി. അങ്ങനായിരുന്നു ഇപ്പോൾ ഉള്ള ഇടത്തേക്കും അവൾ എത്തിച്ചേർന്നത്. വളർമതിയുടെ ഭർത്താവിന്റെയും സെങ്കണ്ണന്റെയും മരണത്തിന് താൻ കാരണമാണെന്നത് അവനെ വീണ്ടും കുത്തിനോവിച്ചു. പിന്നീട് വളർമതി തന്നെ അവനോട് സംസാരിക്കാനെത്തി. ഒരുപാട് പേരെ മില്ലർ അതിനോടകം കൊന്നല്ലോ, പ്രസ്ഥാനത്തിന് വേണ്ടി കൊന്നുകൂടെ എന്ന് വളർമതി ചോദിച്ചു. ഗവർണറുടെ മകൻ റെയ്ലി നിരവധി നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരെ കൊല്ലാമോ എന്നായിരുന്നു അവൾ ആവശ്യപ്പെട്ടത്. ആ ഒരു കൊലപാതകം ചെയ്താൽ അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അതൊരു പ്രായച്ചിത്തമാകും എന്നും വളർമതി പറഞ്ഞു. മില്ലർ അന്ന് അവിടം വിട്ടിറങ്ങിപ്പോന്നു. അങ്ങനെയിരിക്കെയായിരുന്നു അത് സംഭവിച്ചത്. രാജാവിന്റെ തന്നെ കണക്കപ്പിള്ള ആ വിവരം ബ്രിട്ടീഷുകാർക്ക് ചോർത്തി. 600 കൊല്ലത്തോളം പഴക്കമുള്ള മാണിക്യക്കല്ല് ക്ഷേത്രത്തിൽ ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു അത്. അതോടെ ബ്രിട്ടീഷുകാർ അത് അറ്റാച്ച് ചെയ്യാനെത്തി. ക്ഷേത്രം തുറന്ന് നിലവറയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന പണ്ട് ഗ്രാമത്തിലുള്ളവർ അവരുടെ സ്വാമി രൂപം കൊത്തി സമ്മാനിച്ച മാണിക്യക്കല്ല് ബ്രിട്ടീഷ് ഗവർണർ നേരിട്ടെത്തി അത് അറ്റാച്ച് ചെയ്തു. ആ സമയം ട്രൈബൽസ് താമസിക്കുന്ന ക്ഷേത്രത്തിനോട് ചേർന്ന സ്ഥലം താൻ ഒഴിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് രാജാവ് ഗവർണറോട് പറഞ്ഞു. അതൊഴിപ്പിച്ചാൽ അവിടെയായിരിക്കും ഗവർണറുടെ പുതിയ ബംഗ്ലാവ് വരാൻ പോകുന്നത് എന്നായിരുന്നു ഗവർണറുടെ മറുപടി. രാജാവിനും അതായിരുന്നു വേണ്ടത്. കീഴ്ജാതിക്കാർ ക്ഷേത്രത്തിനടുത്തു നിന്ന് പോകണം എന്നയാൾ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ക്ഷേത്ര പ്രവേശനം പോലും തടഞ്ഞു വെച്ചിരുന്നത് അയാളായിരുന്നു. പക്ഷേ രാജാവിന് ആ മാണിക്യക്കല്ലങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ അറിയാതെ രഹസ്യമായി അത് മോഷ്ടിച്ച് തിരികെ നേടാൻ രാജാവും മകനും കൂടി പദ്ധതിയിട്ടു. ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ മോഷ്ടിക്കുന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന ഈസയെ തന്നെ അത് ഏൽപ്പിക്കാനായിരുന്നു അവർ തീരുമാനിച്ചത്. പകരമായി ഈസ അത് വീണ്ടെടുത്തു കൊടുത്താൽ അവന്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ക്ഷേത്ര പ്രവേശനം സാധ്യമാക്കാം എന്ന് രാജാവ് അവന്റെ കൂട്ടുകാരനെ വിളിച്ചറിയിച്ചു. വിവരം ഈസയെ അറിയിക്കാനും പറഞ്ഞു. ഒക്കെ നടന്നു കഴിയുന്നവരെ ഒന്നും ഗ്രാമത്തിലുള്ളവർ അറിയണ്ട എന്നും കൂട്ടിച്ചേർത്തു. മില്ലറുടെ കൂട്ടുകാരനാകട്ടെ വിപ്ലവകാരികളുടെ തലവനെടുത്തെത്തി കാര്യം പറഞ്ഞു. രാജാവിന്റെ മകനും കാളി എന്ന പരിചാരകനുമൊപ്പം അവരൊക്കെയും മില്ലറുടെ മുമ്പിലെത്തി. മില്ലറോട് മാണിക്യക്കല്ല് വീണ്ടെടുത്തു തന്നാൽ ഒരുപാട് പണം തരാം എന്ന് പറഞ്ഞു. തങ്ങൾക്കതിൽ നേരിട്ട് ഇൻവോൾവ് ആവാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് മില്ലർ വേണം പടം നയിച്ച് വീണ്ടെടുത്തു തരാനെന്നും സേനാധിപതി പറഞ്ഞു. ആളുകൾ വേണ്ടിവരും, കൂടുതൽ പേര് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്റെ പട്ടാളത്തിൽ നിന്നും 15 പേര് വിട്ടുതരാം എന്ന് സേനാധിപതി കൂട്ടിച്ചേർത്തു. മില്ലർ ആ ദൗത്യം ഏറ്റെടുത്തു. പക്ഷേ രാജാവിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. മാണിക്യക്കല്ല് വീണ്ടെടുത്തു കഴിഞ്ഞാൽ മില്ലറെയും കൂട്ടാളികളെയും തട്ടിയേക്കാൻ പോകുന്ന പട്ടാളക്കാർക്ക് രാജാവ് ഉത്തരവിട്ടു. വൈകാതെ മാണിക്യക്കല്ല് മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. വലിയ പട്ടാള കമ്പടിയോടെ ഗവർണറുടെ മകൻ റെയ്ലിയായിരുന്നു മാണിക്യക്കല്ല് അടങ്ങിയ പെട്ടി കൊണ്ടുപോയിരുന്നത്. പതിയിരുന്നു മില്ലറും കൂട്ടാളികളും അവരെ ആക്രമിച്ചു. ഏറെ ശക്തമായ പോരാട്ടവും ചെയ്സും ഒക്കെയായിരുന്നു നടന്നത്. ഒടുവിൽ മാണിക്യക്കല്ലടങ്ങിയ പെട്ടിയുമെടുത്തോടിയ റെയ്ലിയെ മില്ലർ മുന്നിട്ട് ചെന്ന് കൊലപ്പെടുത്തി. മാണിക്യക്കല്ലും കൈവശപ്പെടുത്തി. കൂട്ടാളികളോ രാജാവിന്റെ പട്ടാളക്കാരോ ആരും
ഇപ്പോൾ അവന്റെ അടുത്തുണ്ടായിരുന്നില്ല. അവരെത്തുന്നതിനു മുമ്പേ അതുമായി അവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പണ്ട് തൊട്ടേ എല്ലാത്തിൽ നിന്നും കടന്നു കളഞ്ഞ് സിലോണിൽ പോയി സ്വസ്ഥമായി ജീവിക്കണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. മാണിക്യക്കല്ല് വിറ്റാ കിട്ടുന്ന പണം കൊണ്ട് അവിടെ പോയി സെറ്റിൽ ചെയ്യാം എന്നായിരുന്നു മില്ലറുടെ പദ്ധതി. മാണിക്യക്കല്ലുമായി മില്ലർ പുറപ്പെട്ടുപോയി. ബ്രിട്ടീഷ് ഗവർണറുടെ മകനെയാണ് മില്ലർ കൊലപ്പെടുത്തിയത്. അതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറിമറിഞ്ഞു. അന്വേഷണത്തിന് പുതിയ ജനറൽ എത്തി. രാജാവിനെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. എല്ലാം മില്ലറിന്റെ തലയിൽ വെച്ചൊഴിയുകയായിരുന്നു രാജാവ് ചെയ്തത്. അതൊരവസരമായി കണ്ട് മില്ലർ എവിടെ ഉണ്ടാകുമെന്ന് അവന്റെ നാട്ടിലെ അവന്റെ ഗ്രാമത്തിലെ ജനങ്ങൾക്കറിയാൻ സാധിച്ചേക്കും എന്നും രാജാവ് പറഞ്ഞു. ജനറലും ബ്രിട്ടീഷ് പട്ടാളക്കാരും മില്ലറുടെ ഗ്രാമത്തിലേക്ക് എത്തി. അവരെ ക്രൂരമായി മർദ്ദിക്കാനും മില്ലർ അഥവാ ഈശ എവിടെയെന്ന് ചോദ്യം ചെയ്യാനും തുടങ്ങി. ആ പാവങ്ങൾ എവിടുന്നറിയാനാണ്? മറുവശത്ത് വിപ്ലവകാരികൾ ഗ്രാമവാസികളെ രക്ഷപ്പെടുത്താൻ പട്ടാളക്കാർക്കെതിരെ പൊരുതുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കും അധിക നേരം അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. കുറെ തല്ലൊക്കെ കഴിഞ്ഞും വിവരമൊന്നും കിട്ടാതായതോടെ ജനറൽ ക്രൂരമായൊരു തീരുമാനം പറഞ്ഞു. ഗ്രാമവാസികളിൽ ഓരോരുത്തരെയും ഓരോ മണിക്കൂർ കൂടുമ്പോൾ കൊലപ്പെടുത്തും. മില്ലർ എവിടുണ്ടെന്ന് അറിയുന്നവരെ അത് തുടരും എന്നായിരുന്നു ജനറലിന്റെ പ്രഖ്യാപനം. വൈകാതെ ഓരോരുത്തരെയായി ജനറൽ കൊലപ്പെടുത്താനും ആരംഭിച്ചു. ഗ്രാമവാസികൾ ഭയം കൊണ്ട് വിറച്ചു നിന്നു. ക്ഷേത്രത്തിനകത്തു വന്നിരുന്ന സേനാധിപതി രാജാവിന്റെ മകൻ ആ പാവങ്ങളുടെ കരച്ചിലും അവർ കൊല്ലപ്പെടുന്ന ശബ്ദവും കേട്ട് ഭ്രാന്തനെ പോലെ അട്ടഹസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. അവരെല്ലാവരും ഒഴിഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ തങ്ങളുടെ കസ്റ്റഡിയിൽ വരുമല്ലോ, നീച ജാതിക്കാർ കൊന്നൊടുങ്ങുമല്ലോ എന്ന സന്തോഷമായിരുന്നു അയാൾക്ക്. നിരവധി ഗ്രാമവാസികൾ കൊല്ലപ്പെട്ടു. മില്ലറെപ്പറ്റി അപ്പോഴും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. പോരാളികളുടെ കയ്യിലുള്ള വെടിയുണ്ടകളും തീർന്നിരുന്നു. ഗ്രാമവാസികളെ രക്ഷപ്പെടുത്താൻ എന്തു ചെയ്യും എന്നാലോചിച്ച് ഒടുവിൽ പോരാളികളുടെ തലവൻ ഒരു തീരുമാനത്തിലെത്തി. കീഴടങ്ങിയ അയാൾ മുമ്പിലേക്ക് ചെന്നു. മില്ലർ ധനുഷ്കോടി വഴി സിലോണിലേക്ക് പോവാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് ജനറലിനോട് വെളിപ്പെടുത്തി. അതോടെ ജനറൽ ഗ്രാമവാസികളെ കൊന്നൊടുക്കുന്നത് നിർത്തി. ഇതേസമയം മില്ലറാകട്ടെ സിലോണിലേക്ക് പോകുവാൻ ധനുഷ്കോടിയിൽ എത്തിച്ചേർന്നിരുന്നു. മാണിക്യക്കല്ലൊന്ന് കാണുവാൻ അവൻ ആ പെട്ടി തുറന്ന് അതെടുത്തു നോക്കി. ആ കാഴ്ച അവനെ ഒന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കുട്ടികൾക്ക് അമ്പലത്തിന്റെയും മറ്റും കഥ പറഞ്ഞു കൊടുത്തിരുന്ന പേച്ചിയമ്മയായിരുന്നു ഈസയുടെയും സെങ്കണ്ണയുടെയും അമ്മ. ആപത്ത് വരുമ്പോൾ അത്രയും നമ്മുടെ കോരനാർ സ്വാമി ഒരു രൂപത്തിൽ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന വിശ്വാസം എന്നവർ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ഗ്രാമവാസികളായി രണ്ടുപേർ വന്നു. ഉത്സവത്തിന് സെങ്കണ്ണ വരുമെന്ന് അവരെ അറിയിച്ചു. തന്റെ മൂത്ത മകൻ വരുമെന്ന് കേട്ടതും പേച്ചിയമ്മയ്ക്ക് ഏറെ സന്തോഷമായിരുന്നു. അങ്ങനെ ഉത്സവത്തിന് സെങ്കണ്ണ വന്നു. വലിയ ആഘോഷം തന്നെ നടന്നു. പക്ഷേ ഗ്രാമവാസികളുടെ ആഘോഷവും മറ്റും രാജാവിന്റെ മകനോ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന സെങ്കണ്ണ അവിടെ വന്നിട്ടുണ്ട് എന്ന് കണക്കപ്പിള്ള ബ്രിട്ടീഷുകാർ കൊറ്റിക്കൊടുത്തു. രാജാവിന്റെ മകനു വേണ്ടിയായിരുന്നു അത്. അതോടെ ബ്രിട്ടീഷ് പട്ടാളവും രാജഭടന്മാരും സെങ്കണ്ണയെ പിടികൂടാനെത്തി. സെങ്കണ്ണ ഈസയ്ക്കൊപ്പം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ബ്രിട്ടീഷ് ശിപായികളെ തടയാൻ ശ്രമിച്ച പേച്ചിയമ്മയെ ഒരാൾ തള്ളി വീഴ്ത്തി. പേച്ചിയമ്മ കല്ലിൽ തലയിടിച്ചായിരുന്നു വീണത്. അവശതയിൽ കിടന്ന പേച്ചിയമ്മ അധികം വൈകാതെ സെങ്കണ്ണ എന്ന് വിളിച്ചു മരണപ്പെട്ടു. ഓർമ്മകൾ മനസ്സിലേക്ക് കൊതിച്ചെത്തിയ മില്ലർ മാണിക്യക്കല്ലിന്റെ പെട്ടിയടച്ചു. മലയാളി ചേട്ടനും സംഘത്തിനും അത് വിറ്റ് പണവുമായി സിലോണിലേക്ക് പോകാം എന്നായിരുന്നു മില്ലർ കരുതിയിരുന്നതെങ്കിലും ചേട്ടൻ വന്ന് മില്ലറിനോടൊരു വിവരം പറഞ്ഞു. തലൈവർ കണ്ണയ്യ ഗണ്ണുകളും ബുള്ളറ്റുകളും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗ്രാമത്തിൽ നടക്കുന്ന കാര്യവുമായിരുന്നു ചേട്ടൻ മില്ലറെ അറിയിച്ചത്. അവശതയിൽ പരിക്കേറ്റി കിടക്കുകയായിരുന്ന മില്ലറിന്റെ കൂട്ടുകാരൻ അടുത്തിരുന്ന വളർമതിയോട് പറഞ്ഞു, അന്ന് അമ്പലത്തിൽ വെച്ച് കാമുകനൊപ്പം പോവാൻ നിന്നെ സഹായിച്ചില്ലേ, അത് ഈസയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ എന്താ പറ്റിയതെന്ന് അറിയില്ല. എന്തോ ചെകുത്താൻ കേറിയ പോലെ അവൻ പെരുമാറുന്നേ. ഞാൻ കണ്ട ഈശ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ധനുഷ്കോടിയിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം മില്ലറെ തിരക്കി എത്തിയെങ്കിലും മില്ലർ സിലോണിലേക്ക് കടന്നു കളഞ്ഞു എന്നായിരുന്നു അവർക്ക് വിവരം ലഭിച്ചത്. വൈകാതെ ജനറലിന്റെ അടുത്തും വിവരമെത്തി. അതോടെ നേതാവ് കണ്ണയ്യയെ കൊല്ലുവാൻ ഗ്രാമത്തിലേക്ക് ജനറൽ കൂട്ടിക്കൊണ്ടുവരാൻ ആരംഭിച്ചു. ഗ്രാമവാസികളിൽ പലരെയും കൊന്നൊടുക്കാനും ജനറൽ തീരുമാനിച്ചിരുന്നു. ഏവരും ഒന്നടങ്കം ഭയന്നു നിന്ന നിമിഷം തൊട്ടു പിന്നാലെ അത് സംഭവിച്ചു. മില്ലറും ചേട്ടനും സംഘവും അങ്ങോട്ടേക്ക് കടന്നു വന്നു. ബ്രിട്ടീഷിനെതിരെ പടപൊരുതാൻ തുടങ്ങി. വലിയ ഷൂട്ടൌട്ട് തന്നെ നടന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ ഭൂരിഭാഗത്തെയും മില്ലറും സംഘവും കൊലപ്പെടുത്തി. ജനറലും ക്യാപ്റ്റന്മാരും ഭയന്നോടി. അവർക്ക് നേരെ മില്ലർ ഒരു ലോഞ്ചർ പായിച്ചു. സ്ഫോടനത്തിൽ ജനറലിന്റെ മുഖത്തിന്റെ പാതിഭാഗം വെന്തുപോയി. കൂടാരവും ജീപ്പും കത്തി നശിച്ചു. മറ്റൊരു വാഹനത്തിൽ ജനറലും സംഘവും രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ രാജാവ് രാജഭടന്മാരുമായി ക്ഷേത്ര സംരക്ഷണത്തിനും മറ്റും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ബ്രിട്ടീഷ് പട്ടാളം വരുമ്പോൾ ഗ്രാമവാസികളെ ഒന്നടങ്കം കൂട്ടത്തോടെ കൊലപ്പെടുത്തണം എന്നും ഒരു ലക്ഷ്യം രാജാവിനുണ്ടായിരുന്നു. വളർമതി ഗ്രാമവാസികൾക്ക് ചികിത്സ നൽകി. മരണപ്പെട്ട
കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം അവർ സംസ്കരിച്ചു. ബന്ദികളായിരുന്ന വെള്ളക്കാരായ ബ്രിട്ടീഷുകാരെ മുഴുവൻ മില്ലർ വെടിവെച്ച് കൊലപ്പെടുത്തി. തമിഴരായിട്ടുള്ളവരെ മാറ്റി നിർത്തുകയും ശിപായി കൂട്ടം എവിടെയാണുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ പ്രധാനിയായ ഒരുവൻ അവർ 100 മൈൽ ദൂരെയാണുള്ളത് എന്ന് മില്ലറിനോട് മറുപടി പറഞ്ഞു. നീ ജനറൽ ആന്റിയെ അപമാനിച്ചു വിട്ടത് അയാളായി 700 പട്ടാളക്കാരെയും കൊണ്ട് നിന്നെ പിടിക്കാനും ഇവിടം ചുട്ടിരിക്കാനുമായി വരും. മില്ലർ ആ തമിഴ് പട്ടാളക്കാരുമായി സംസാരിച്ചു. ശേഷം വളർമതിയുമായും ബ്രിട്ടീഷുകാർ തിരികെ എത്തുമ്പോൾ ഈ നാട്ടുകാരെയൊക്കെ എന്തു ചെയ്യും? സുരക്ഷിതമായി ഇരിക്കാൻ ഒരിടം പോലുമില്ല എന്ന് വളർമതി മില്ലറിനോട് പറഞ്ഞു. മില്ലർ മുമ്പിൽ കണ്ട സുരക്ഷിത സ്ഥാനം ക്ഷേത്രമായിരുന്നു. അവരുടെ പൂർവികർ പണിത് അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ക്ഷേത്രം. ക്ഷേത്രത്തിനൊരു രഹസ്യ വാതിലുണ്ടെന്നും ആ വാതിൽ തുറന്ന് നമ്മുടെ ആളുകളെ മുഴുവൻ അകത്ത് കയറ്റാമെന്നും വാതിൽ തനിക്കറിയാമെന്നും വളർമതി മില്ലറിനെ അറിയിച്ചു. മില്ലർ തന്റെ കുറച്ച് ആളുകളെ കൂടി വളർമതിയുടെ കൂടെ അയച്ചു. ക്ഷേത്രത്തിനകത്ത് കടന്ന് രഹസ്യവാതിൽ തുറക്കുവാൻ അവർ ശ്രമം ആരംഭിച്ചു. ഇതേ സമയം മില്ലർ മാണിക്യക്കല്ലുമായി ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് ചെന്നു. രാജാവിന്റെയും സേനാപതിയുടെയും പട്ടാളക്കാരുടെയും ശ്രദ്ധ തിരിക്കാനായിരുന്നു അത്. സേനാപതി മില്ലറിനോട് സംസാരിക്കാൻ പുറത്തെത്തിയിരുന്നു. ഈ സമയം അകത്ത് രഹസ്യവാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദം രാജാവിന്റെ ചെവിയിലെത്തി. അയാൾ പടന്മാരോടൊപ്പം അത് ചെന്ന് നോക്കുവാൻ പോയി. അകത്തുണ്ടായിരുന്ന മില്ലറിന്റെ ആളുകളെ ഉപദ്രവിക്കാനും ആരംഭിച്ചു. വെടിയൊച്ചയും മറ്റും മുഴങ്ങി. അതോടെ പുറത്തും ആക്രമണം ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ അകത്തേക്ക് കടന്നു വന്ന രാജാവ് മില്ലറിന്റെ ആളുകളെ കൊല്ലാൻ ശ്രമിച്ചതും അങ്ങോട്ടേക്കെത്തിയ വളർമതി രാജാവിനെ വെടിവെച്ചു കൊന്നു. രാജാവിന് അടുത്തു ചെന്ന് വളർമതി അവസാന വെടിയുതിർക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരമൊന്നുമല്ല ഇത്. നിങ്ങൾ ജീവനോടെ വിട്ടാൽ നിങ്ങൾ ഈ ഗ്രാമം തന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ്. പിന്നാലെ മില്ലർ തന്നെ രാജാവിന്റെ മകൻ സേനാപതിയെയും കൊലപ്പെടുത്തി. പക്ഷേ അതിനു മുമ്പ് ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും ക്ഷേത്രത്തിൽ കയറുന്നത് കാണുവാൻ പോയിന്റ് ബ്ലാങ്കിൽ മില്ലർ അവനെ നിർത്തിയിരുന്നു. കീഴ്ജാതിക്കാരെന്ന് മുദ്രകുത്തി അവൻ അകറ്റി നിർത്തിയിരുന്നവർ ക്ഷേത്രത്തിനകത്ത് കയറുന്ന കണ്ട് അവനകത്ത് തകർന്നു നിന്നു. അലറി വിളിച്ചു. പിന്നാലെയായിരുന്നു മില്ലർ അവന്റെ തലയിലേക്ക് നിറയൊഴിച്ചത്. പ്രാർത്ഥനയോടെ ഗ്രാമവാസികൾ അവരുടെ പിതാമഹന്മാർ പണികഴിപ്പിച്ച് ആ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. അകത്തേക്ക് കടന്നു ചെന്ന മില്ലർ ശ്രീകോവിലും തുറന്നു. വൈകാതെയായിരുന്നു മില്ലർ പിടിച്ചുവെച്ച് തമിഴ് പട്ടാളക്കാരിലെ പ്രധാനിയെ ജനറലിനടുത്തേക്ക് മില്ലർ വിടുന്നത്. രക്ഷപ്പെട്ടു വന്ന പോലെ അവിടെ എത്തിയ അവൻ തങ്ങളുടെ ആളുകളെ മില്ലർ ബന്ദിയാക്കിയതായി മറ്റും ജനറലിനെ അറിയിച്ചു. ജനറൽ പട നയിക്കാൻ ഉത്തരവിട്ടു. വൈകാതെ ബ്രിട്ടീഷ് പട വില്ലേജിനെ ലക്ഷ്യമാക്കിയെത്തി. വിപ്ലവകാരികളും മില്ലറും അടങ്ങുന്ന സംഘവും ബ്രിട്ടീഷ് പടയും ഏറ്റുമുട്ടാനും ആരംഭിച്ചു. ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത്. ഇതിനിടയിൽ അങ്ങോട്ടേക്ക് ഒരാൾ കൂടി കടന്നു വന്നു. മില്ലറുടെ പഴയ കൂട്ടുകാരൻ റഫീഖ് ആയിരുന്നു അത്. മില്ലർ പറഞ്ഞുവിട്ട തമിഴൻ ജനറലുടെ പട്ടാള ക്യാമ്പിന് പിന്നിൽ പോയത് മില്ലർ എഴുതി കൊടുത്തുവിട്ട സന്ദേശം റഫീഖിനെ ഏൽപ്പിക്കാനായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന റഫീഖും ആ കനത്ത പോരാട്ടത്തിൽ പങ്കുചേർന്നു. ഇതേ സമയം ഗ്രാമത്തോട് ചേർന്ന കാടിനുള്ളിൽ വിൻസെന്റ് ഒരാളെ കാണാനെത്തുകയായിരുന്നു. മുഖം മൂടി മാറ്റിയ അയാൾ തന്റെ മുഖം വെളിപ്പെടുത്തി. മരണപ്പെട്ടുവെന്ന് എല്ലാവരും വിശ്വസിച്ച് സെങ്കണ്ണൻ ആയിരുന്നു അത്. ഒളിപ്പോരാട്ടത്തിനു വേണ്ടി സെങ്കണ്ണൻ കൊല്ലപ്പെട്ടു എന്നവർ പ്രചരിപ്പിച്ചതായിരുന്നു. ഗ്രാമത്തിൽ നടക്കുന്ന അക്രമമറിഞ്ഞ് സെങ്കണ്ണനും സംഘവും കൂടി മില്ലറിന്റെ കൂടെ പടപൊരുതാനെത്തി. റഫീഖും മില്ലറും സെങ്കണ്ണയും വിപ്ലവകാരികളും ഗ്രാമവാസികളിലെ അംഗങ്ങളും ഒക്കെ കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ കനത്ത പോരാട്ടം നടത്തുകയും ജനറലിനെ അടക്കം എല്ലാവരെയും തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. എല്ലാം അവസാനിച്ചതും റഫീഖും മില്ലറും സംസാരിച്ചു. സെമ്പട്ടയ്ക്കു കൂടി വേണ്ടിയാണ് താനിത് ചെയ്തതെന്നും താൻ മനസ്സ് പറയുന്നത് കേൾക്കാൻ തീരുമാനിച്ചെന്നും റഫീഖ് മില്ലറോട് പറഞ്ഞു. പക്ഷേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നുവെന്നും അവരിനെ നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും റഫീഖ് മില്ലറെ അറിയിച്ചു. മില്ലർ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. സെങ്കണ്ണയും അങ്ങോട്ടേക്ക് കടന്നുവന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അമ്പലത്തിനകത്ത് ഇതേ സമയം കോരനാറുടെ രൂപം കുത്തിയ മാണിക്യക്കല്ല് പുറത്തെടുക്കുകയായിരുന്നു. ആ മാണിക്യക്കല്ലിൽ കൊത്തിയെടുത്ത് കോരനാറുടെ രൂപം കണ്ടതും സ്വാമി അമ്പരന്നു. അതിനുണ്ടായിരുന്നത് മില്ലറുടെ രൂപമായിരുന്നു. തങ്ങളെയും ഗ്രാമത്തെയും രക്ഷപ്പെടുത്താൻ കോരനാർ സ്വാമി ഈസയായി പുനർജനിച്ചതാണ് എന്ന് സ്വാമി ആ മാണിക്യക്കല്ലുയർത്തി പറഞ്ഞു. ഗ്രാമവാസികൾ ആക്രോശിച്ചു. അവർ കൈയെടുത്തു തൊഴുതു. തങ്ങളെ രക്ഷിക്കാൻ കോരനാർ സ്വാമി ഈസയുടെ രൂപം പൂണ്ട് പുനർജനിച്ചിരിക്കുന്നു. തങ്ങളുടെ ദുഃഖവും കഷ്ടതയും എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നവർ ആർത്ത് സന്തോഷിച്ചു പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ മാണിക്യക്കല്ലിൽ ആ രൂപം കണ്ടതുകൊണ്ടായിരുന്നു സിലോണിലേക്ക് പോവാനിറങ്ങിയ മില്ലർ അന്ന് തിരികെ വില്ലേജിലേക്ക് എത്തിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചത്. മറ്റൊരു വശത്ത് രാജാവിന്റെ മകൾ രാജകുമാരി ശകുന്തള രാജാവും സഹോദരനും കൊല്ലപ്പെട്ട വിവരവും അതിലുള്ള വേൽമതിയുടെ പങ്കും എല്ലാം അറിഞ്ഞിരുന്നു. വേൽമതിക്കും മില്ലറിനും സെങ്കണ്ണയ്ക്കും റഫീഖിനുമെതിരെ പടപൊരുതാനും പ്രതികാരം തീർക്കാനും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തോടെ രണ്ടാം ഭാഗത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ക്യാപ്റ്റൻ മില്ലർ അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ
ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.